ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നടൻ ജയറാമിനെ SIT ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് എന്നുള്ള വാർത്ത വരുന്നു. വിവരങ്ങളുമായി ഹാൻസ് ചേർന്നുണ്ട്. ഹാൻസ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാളികളടക്കം ജയറാം ഈ പൂജ നടത്തുന്ന ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നതാണ്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ ആയിരിക്കും SIT വ്യക്തത തേടിയിട്ടുണ്ടാവുക? എപ്പോഴായിരുന്നു ഈ ചോദ്യം ചെയ്യൽ? വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർണായക നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പ കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ പ്രധാനമായും വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടൻ ജയറാമിന് എന്താണ് ബന്ധം എന്നുള്ളതായിരുന്നു. കാരണം സേതു പറഞ്ഞതുപോലെ തന്നെ ഈ ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ ചെയ്തു എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളും അതിനോടൊപ്പം തന്നെ അതിനെ സാധൂകരിക്കുന്ന പ്രതികരണങ്ങളും ജയറാമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കാര്യം സമ്മതിച്ചതാണ്. കാരണം ഈ ദ്വാരപാലക പാളികളിൽ സ്വർണം പൂശിയതിന് ശേഷം അത് തിരിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായിരുന്നു ജയറാമിൻ്റെ വീട്ടിലെത്തിച്ച് ഇത്തരം പൂജ നടത്തിയത്. ശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘമോ SITയോ കടന്നിരുന്നില്ല. പക്ഷേ അതിനിടയിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏകദേശം അന്വേഷണം 3 മാസത്തിലേക്ക് കടന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയറാമിനെ കൂടി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. ചോദ്യമുനയിൽ ജയറാം എത്തി, അല്ലെങ്കിൽ ഒരു SIT സംഘത്തിൻ്റെ റഡാറിൽ ജയറാം എത്തിയ പശ്ചാത്തലത്തിലാണ് ജയറാമിനെ ചോദ്യം ചെയ്തത്. പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്താണ് ജയറാമിന് ബന്ധം എന്നുള്ളത് തന്നെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ പരിധിയിൽ വന്നത്. ജയറാം ഇതിന് കൃത്യമായി മൊഴി നൽകി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ ഇല്ല. വിശ്വാസത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ശബരിമല ദ്വാരപാലക ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ഘട്ടത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്ന സമയത്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുന്ന സമയത്തും ഒക്കെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. ഈ ജയറാം പൂജ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. അപ്പം ആ സമയത്ത് തന്നെ അദ്ദേഹത്തോട് പ്രതികരണങ്ങളൊക്കെ ആരായുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വേറൊരു തരത്തിലുള്ള ബന്ധവുമില്ല, ഇയാൾ വന്നു ഇത് ഈ ഭക്തിയുടെ മറവിൽ നടത്തിയ ഒരു കബളിപ്പാണ്, തനിക്ക് ഇതിന് പിന്നിലെ കാര്യങ്ങളൊന്നും അറിയുമായിരുന്നില്ല എന്നായിരുന്നു അന്നേ ജയറാം പറഞ്ഞത്. അപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാട്, അയാളുമായുള്ള ബന്ധം, ഇതിൽ തന്നെ ആയിരിക്കുമല്ലേ SIT വ്യക്തത തേടിയിട്ടുണ്ടാവുക? തീർച്ചയായും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിൽ എന്താണ് ബന്ധം, അതായിരുന്നു SIT സംഘത്തിന് അറിയേണ്ടിയിരുന്നത്. അതിന് കൃത്യമായ മറുപടി ജയറാമിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തനിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് ജയറാമിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ ഇല്ല. ഈ ദ്വാരപാലക ശില്പങ്ങൾ വീട്ടിലെത്തി പൂജിക്കാം എന്നുള്ള ഒരു വാഗ്ദാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ ബന്ധപ്പെട്ടത് ഒരു വൈദികൻ അല്ലെങ്കിൽ ശബരിമലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വൈദികൻ എന്നുള്ള നിലയിലാണ് തന്നെ ബന്ധപ്പെട്ടത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വീട്ടിലെത്തി പൂജ ചെയ്യാനുള്ള അനുമതി നൽകിയത് അല്ലെങ്കിൽ പൂജ ചെയ്യാൻ ക്ഷണിച്ചത് എന്നുള്ള ഒരു മൊഴിയാണ് ജയറാം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദ്വാരപാലക കേസുകളിൽ ജയറാമിനെ ഇതോടുകൂടി സാക്ഷിയാക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് SIT സംഘം കടന്നിരിക്കുന്നത്. ജയറാമിനെതിരെ മറ്റ് കടുത്ത നടപടികളിലേക്ക് പോകുന്നില്ല. അതിനു പകരം സാക്ഷിയാക്കാനുള്ള ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. എന്തായാലും ജയറാമിൽ ഒരു സംശയമുണ്ടായിരുന്നു, പക്ഷേ അത് ദൂരീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചെന്നൈയിലെത്തി അദ്ദേഹത്തെ നേരിട്ട് ചോദ്യം ചെയ്തു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ജയറാമിൻ്റെ ഭാഗത്തു നിന്നാണ് കൃത്യമായ ഒരു പ്രതികരണം വരേണ്ടത്. കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ ജയറാമിനെ ചോദ്യം ചെയ്തോ മറ്റേതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം ജയറാമിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിനെ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുകയാണ്. സേതു.